ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന ചെറിയൊരു അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ചെറുതാണെങ്കിലും ചില ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം വാട്സപ്പിൽ വന്ന അപ്ഡേറ്റ് എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പിൽ നമുക്കറിയാം, ഇപ്പോൾ പുതിയതായിട്ട് ചാനൽ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ചാനലൊക്കെ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനലിലാണ് ഇപ്പോൾ ഒരു മാറ്റം വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ചാനലിൽ അവർ പോസ്റ്റ് ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ അത് നമുക്കിപ്പോൾ ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നേരത്തെയൊക്കെ ആ ഒരു പോസ്റ്റിന് നമുക്ക് റിയാക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിത് മറ്റുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്ക് വേണമെങ്കിലും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന വ്യക്തിക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഇനി ആ ഒരു ചാനൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്ത നമ്മുടെ ഫ്രണ്ടായ ആ ഒരു വ്യക്തി ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കിടുക്കാച്ചി അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ചെറുതാണെങ്കിലും വാട്സപ്പിൽ വന്നൊരു അപ്ഡേറ്റ് ആണിത്. അപ്പം നിങ്ങളും വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയ അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.